പരമ്പരാഗത നെയ്ത്തു തൊഴിൽ മേഖലയിൽ നിന്നും തൊഴിലാളികൾ കൊഴിഞ്ഞു പോവുകയാണ്. വർഷങ്ങളായി ഇത് തുടർന്നു പോരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് അവർ തന്നെ വ്യക്തമായി പറയും. 30 വർഷം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഈ പണിക്ക് കൂലി വളരെ കുറവാണ്. കൂലി എന്ന് വെച്ചാൽ ഒരു മുണ്ട് നെയ്താൽ ഒരാൾക്ക് 122, ഒപ്പ് 122. അപ്പം അങ്ങനെ ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്കൊരു പൈസ കിട്ടാനുണ്ട്. അതിപ്പോൾ 7 മാസമായി മുടങ്ങി കിടക്കുന്നു. അപ്പം അതും കൂടി ഈ കൂലിനോടൊപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണെങ്കിൽ ശമ്പളം എന്ന് പറയാനും പറ്റൂല, എന്നാലും ഞങ്ങൾക്ക് ഒത്തുപിടിച്ച് പോകാം. ഇതിപ്പം ബസ്സിന് പൈസയ്ക്കും കൂടി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. 7 മാസമായിട്ട് പിന്നെ ഞങ്ങളൊരു സമരത്തിനൊക്കെ പോകുമ്പോഴാണ് പിന്നെ അത് 3 മാസത്തത് 6 മാസത്തതായിട്ട് കിട്ടുന്നത്. 13 മാസമൊക്കെ ആവും കിട്ടാൻ. ഞങ്ങളെ നേരെ ആരും ഉണർവ് കാണിക്കുന്നില്ല. ഒരു ദിവസം കഷ്ടിച്ചിപ്പോൾ 2 മുണ്ട് നെയ്യാനേ പറ്റുന്നുള്ളൂ. അത്ര ഈ ചൂടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഞങ്ങൾ ഒരു മിനിറ്റ് നേരം ഞങ്ങൾ വെറുതെ ഇരിക്കുന്നില്ല. പിന്നെ മാസത്തിൽ 3000 വാങ്ങുന്ന ആൾക്കാർ വരെ ഉണ്ട് ഇവിടെ. അപ്പം അത്രയും തുച്ഛമായ ഇതിനാണ് ഞങ്ങളിവിടെ പണിയെടുക്കുന്നത്. പുറമേ നിന്ന് ആളുകൾ ചോദിക്കും നിങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന്. അത്രയും ഒരു പരിഹാസമാണ്. എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം ഇവിടുത്തെ കൂലി. എന്നോട് വേറെ ഒരു ആൾ ചോദിച്ചതാണ് 2 ആടിനെ വാങ്ങി പോറ്റിയാൽ പോയത്. അത്ര വരെ ഞങ്ങളൊരു പരിഹസിക്കുന്നുണ്ട്. ഇതിലേക്ക് പുതിയ തലമുറ വരണമെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം വരണം. അല്ലെങ്കിൽ ഞങ്ങളതിനോട് കൂടി ഇതും അവസാനിക്കാൻ മതിയാവും. അതായത് 40 വർഷത്തോളമായി ഇവിടെ ജോലി ചെയ്യുന്നു. പിന്നെ ഞങ്ങളന്ന് ചെറിയ കൂലിയിലാണ് ജോലി ചെയ്തിരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് കൂലിയുണ്ട്. പക്ഷേ അത് ഞങ്ങൾക്ക് കൂലിക്കൊപ്പം ഞങ്ങൾക്ക് പൂരകം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതൊരു ആളെ വരുത്താനും ഞങ്ങൾക്കൊരു ആളത് പറയാനും സാധിക്കും. എല്ലാ ജോലിയും ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. രാത്രി വീട്ടിൽ പോയാലും ജോലിയാണ്. ആദ്യം തന്നെ ഞങ്ങൾക്ക് നൂല് തരിക ചെയ്യുക. ആ നൂല് ഞങ്ങൾ പശയിലിട്ട് ഉണക്കി ബോബിന്മേൽ ചുറ്റിയെടുത്ത് പാവ് ചുറ്റിയിട്ട് പിന്നെ പാവ് കയറ്റി ഞങ്ങളിപ്പോൾ പാവ് വിരിച്ചും കൊടുക്കുകയാണ്. ഈ പണി ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് നെയ്യണമെങ്കിൽ. പിന്നെ അത് തന്നെയല്ല, രാത്രി വീട്ടിൽ നിന്ന് നൂല് ചുറ്റി കൊണ്ടുവരണം ഇത് നെയ്യാൻ വേണമെങ്കിൽ. ഇപ്പോൾ സർക്കാർ അനുവദിച്ച ആ കൂലിയൊക്കെ പുതിയ തലമുറ വന്നതുകൊണ്ട് കിട്ടുമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. സംസ്ഥാനത്ത് ഖാദി മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. കോടികളുടെ കുടിശ്ശികയാണ് ഖാദി മേഖലയ്ക്ക് മാത്രം കഴിഞ്ഞ സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ളത്. ഇത് നെയ്ത്തു തൊഴിലാളികളെയാണ് കാര്യമായി ബാധിച്ചിരിക്കുന്നത്. പുതിയ സർക്കാർ വരുമ്പോൾ തങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഖാദി തൊഴിലാളികളും ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ KP ഷൈജുവിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.